Hello friends, welcome to channel 𝙑𝙞𝙙𝙚 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് OneCardന്റെ ഒരു ലേറ്റസ്റ്റ് ന്യൂസിനെ കുറിച്ചാണ്. അപ്പോൾ OneCard ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ OneCard ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോകുന്നവർക്കും ആക്ച്വലി ഇതൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആയിരിക്കും. എന്താ വെച്ചാൽ അതിന് ഇൻട്രസ്റ്റിനെ ബന്ധപ്പെട്ടുള്ളൊരു ന്യൂസാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ആക്ച്വലി കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഫുൾ കാണാൻ മറക്കണ്ട. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു ചെക്കൗട്ട് ചെയ്യാത്ത തന്നെ ആമസോണിൻ്റെ സ്റ്റോർ ലിങ്ക് നമ്മൾ തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണണ്ടായിരിക്കും. നമ്മുടെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പർച്ചേസിങ് എളുപ്പമാക്കാൻ കുറച്ച് ഒരു വെബ്സൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി നമ്മുടെ ആമസോണിൻ്റെ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ പേജിൻ്റെ ഒരു ഹോം പേജ് പോലെ കാണാൻ നിങ്ങൾക്ക് എല്ലാത്തിനെയും ടോപ്പ് 5 കാറ്റഗറി ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കിട്ടുന്നത്. അതുപോലെ ടൈം വേസ്റ്റിംഗ് കുറച്ചും കൂടി കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ നോക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ റീസെൻ്റ്ലി നമ്മൾ ഗീവ് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു, TWSും ഹെഡ്ഫോൺസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് കാണാത്തവരും പങ്കെടുക്കാത്തവരും വീഡിയോ കാണാൻ പോലും മറക്കണ്ട, പങ്കെടുക്കാനും മറക്കണ്ട. നമ്മൾ ലാസ്റ്റ് ആയിട്ട് കൊടുക്കണ്ട ലേറ്റസ്റ്റ് വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാലും കിട്ടും. അപ്പോൾ പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാനും പറ്റും. നമ്മളെല്ലാത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പോൾ നമ്മളിന്ന് വീഡിയോ പറയാൻ പോകുന്നത് നമ്മുടെ OneCardന്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ റീസെൻ്റ്ലി ഒരാഴ്ച ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ആക്ച്വലി എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ OneCard യൂസേഴ്സിന് അറിയായിരിക്കും. നമുക്ക് ഇതുവരെ നമുക്ക് ഇപ്പോൾ ആക്ച്വലി OneCardന്റെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ അടയ്ക്കാത്ത ബില്ലുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ടോട്ടൽ എമൗണ്ടിലേക്ക് നമുക്ക് ഡെയിലി ഇൻട്രസ്റ്റ് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റാണ് ആക്ച്വലി കൂടിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും 2.5% ആയിരുന്നു പണ്ട്. ഇപ്പോൾ അത് ഇൻക്രീസ് ആയിട്ട് ഞാൻ എന്തായാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ കൊടുക്കാം മെസ്സേജിൻ്റെ. അതിന് ഇൻക്രീസ് ആയിട്ട് ഇപ്പോൾ വന്നേക്കുന്നത് 3% വന്നേക്കുന്നത്. നമ്മൾ അടയ്ക്കാത്ത എമൗണ്ടിൻ്റെ കൂടിയാണ് ആക്ച്വലി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ. അപ്പോൾ ഡെയിലി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും ചെയ്യും. നമുക്ക് അടച്ചില്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് അറിയായിരിക്കും സിബില്ലേക്ക് അഫക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ബില്ല് ഡ്യൂ ഡേറ്റ് ആക്ച്വലി ഡ്യൂ ഡേറ്റിന് മുമ്പ് അടയ്ക്കായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഡ്യൂ ഡേറ്റിന് ഒരു മിനിമം ഒരു 3 to 4 days മുമ്പ് അടയ്ക്കായിരിക്കും നല്ലതെന്ന് വെച്ചാൽ ചില സമയത്ത് ക്രെഡിറ്റ് ആവാനും അതുപോലെ സെർവറിലേക്ക് ക്രെഡിറ്റ് ആവാൻ ചിലപ്പോൾ സമയം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം മുമ്പൊക്കെ നമ്മൾ ബില്ല് അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രെഡിറ്റ് ആയില്ലെങ്കിൽ പിന്നെ അത് അടുത്ത ദിവസമായി കഴിഞ്ഞാൽ ശരിക്കും അതെല്ലാം ഓട്ടോമാറ്റിക് ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ബില്ല് അടയ്ക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു സംഭവം ജനറേറ്റ് ആവും. അപ്പോൾ അത് ശരിക്കും നമ്മുടെ സിബിലിനെ എഫക്റ്റിംഗ് ആണ്. അപ്പോൾ മാക്സിമം നിങ്ങളൊരു 3-4 ദിവസം മുമ്പേ, മിനിമം 4 ദിവസം മുമ്പേ ബില്ലടയ്ക്കാൻ നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് OneCardന്റെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ OneCard നമ്മൾ ബില്ലടയ്ക്കുമ്പോൾ അപ്പം തന്നെ അതിൽ ക്രെഡിറ്റ് ആയിട്ട് അപ്പം തന്നെ എല്ലാം മാറുന്നുണ്ട്. ഇപ്പോൾ നോർമൽ ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡിനൊക്കെ ചിലപ്പോൾ 2 ദിവസം 3 ദിവസം എടുക്കാറുണ്ട് ഇത് അപ്ഡേറ്റ് ആവാൻ. പക്ഷേ OneCardന് ഇതുവരെയായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ OneCardന്റെ എന്താ പറയുക അവരുടെ കസ്റ്റമറിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇതുപോലെ ചാൻസ് ഉണ്ടെന്ന് ആക്ച്വലി അവരൊരു ഇത് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നമ്പർ ഓഫ് ട്രാഫിക് കൂടുമ്പോൾ ഉള്ള ഒരു ഇഷ്യൂ ചിലപ്പോൾ അവരെ സെർവറിൽ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ മാക്സിമം ഒരു 3-4 ദിവസം, അത് OneCard മാത്രമല്ല കേട്ടോ, 4 ദിവസം മുമ്പൊക്കെ എല്ലാ ക്രെഡിറ്റ് കാർഡിനും ബില്ലടക്കായിരിക്കും നല്ലത് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ അതായിരിക്കും നല്ലത്. ചില സമയത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RBL കാർഡ് ഞാൻ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് RBL ബാങ്കിൻ്റെയാണ്. അപ്പോൾ അവരെ തന്നെ ഞാൻ ആക്ച്വലി ഞാനൊരു മിനിമം 5 ദിവസം മുമ്പ് അടയ്ക്കാറുണ്ട്. അപ്പോൾ 7 ദിവസം മുമ്പ് തന്നെ അടച്ചപ്പോൾ തന്നെ എനിക്ക് ആക്ച്വലി അത് അപ്ഡേറ്റ് ആയി വന്നത് തന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു 3 ദിവസം മുമ്പാണ് അടച്ചാണെങ്കിൽ എനിക്ക് ശരിക്കും ഇത് പണി കിട്ടിയാണ്. എന്താ വെച്ചാൽ നമ്മുടെ ബില്ലിനെ എഫക്ട് ചെയ്യുന്നത്, ബില്ല് അടച്ചിട്ടില്ല എന്നിട്ടാണ് വരിക. ഇതുപോലെ കുറേ പേർക്ക് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവും. കുറേ പേര് എന്നോട് മെസ്സേജാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു മിനിമം ഒരു 4 ദിവസം 5 ദിവസം മുമ്പായിട്ട് ബില്ലടക്കായിരിക്കും, ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടക്കായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യം ഞാൻ ആക്ച്വലി മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് എന്തായാലും നിങ്ങൾക്ക് വിടാം. നിങ്ങൾ OneCard യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇത് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ OneCard എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇതെന്തായാലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ എന്താ പറയുക റെഫറൽ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ OneCard എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി എടുക്കാം. അപ്പോൾ എന്തായാലും കുറച്ചുകൂടിയും ഈസി ആയിട്ട് കിട്ടാനും അതുപോലെ തന്നെ പോയിന്റ്സ് എക്സ്ട്രാ കിട്ടാനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ റെഫറൽ ലിങ്ക് എടുക്കുമ്പോൾ. അപ്പോൾ ഒന്ന് ട്രൈ നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്താലും ഇനി അടുത്ത വീഡിയോ കാണാം. അതുപോലെ ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കേണ്ട. നമ്മുടെ 2ാമത്തെ ചാനൽ നമ്മൾ ഇട്ടുണ്ടായിരുന്നു ഷോർട്സും പെറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഫുഡിൻ്റെയും ഒക്കെ ഷോർട്സാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് കാണാത്തവരും സപ്പോർട്ട് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. നമ്മുടെ ചാനലിൻ്റെ പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ 2ാമത്തെ ചാനലിൻ്റെ ലിങ്ക്. ഞാൻ എന്തായാലും എൻ്റെ നെയിമോട് കൊടുക്കാം. പക്ഷേ നെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയ ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനലിലെ പേജ്, നമ്മുടെ ഈ മെയിൻ ചാനലിലെ പേജിനുള്ളിൽ കയറിയിട്ട് ചാനലിലെ ഉള്ളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും കേട്ടോ നമ്മുടെ 2ാമത്തെ ചാനൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്താലും നമുക്ക് അടുത്ത് കാണാം. ബൈ.